അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വിശുദ്ധ റമദാന്റെ മൂന്നാമത്തെ പത്തിലാണ് നാം ഉള്ളത്. ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടേണ്ടത് ഈ മൂന്നാമത്തെ പത്തിലാണെന്നും അതിൽ തന്നെ ഒറ്റയായ രാവുകളിലാണെന്നും മഹാന്മാർ വിശദീകരിക്കുന്നു. 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള മഹത്വമുള്ള ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. നിർണായക രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം. ആകാശഭാഗത്തുനിന്ന് മലക്കുകൾ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹീതമായ ഒരു രാവാണ്. ആ രാവിൽ ഇബാദത്ത് ചെയ്യുന്ന ആളിന് 80 വർഷത്തിലധികം ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഞാൻ എന്താണ് ദുആരക്കേണ്ടത്? നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, പടച്ച തമ്പുരാനെ, ഇന്നക അഫൂൻ, നീ വിടുതൽ ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിടുതലിനെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യും, വിടുതൽ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണ്, ഫഅഫു അന്നി, എന്നെ തൊട്ട് നീ വിടുതൽ ചെയ്യണം. അല്ലാഹുവേ, ഈ ദുആയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വെറും നീ വിടുതൽ ചെയ്യുന്നവനാണ്, വിടുതൽ ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടും, അതുകൊണ്ട് എനിക്ക് വിടുതൽ ചെയ്ത് തരിക എന്ന് അർത്ഥമാണുള്ളതെങ്കിലും ഒരുപാട് ആശയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആകാശഭൂമി നക്ഷത്രാദി ഗോളങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ നമുക്ക് വായുവും വെളിച്ചവും വെള്ളവും ഭക്ഷണവും മറ്റ് സുഖ സൗകര്യങ്ങളും എല്ലാം തരുന്ന പടച്ച തമ്പുരാൻ, സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ അറിഞ്ഞുകൊണ്ട് ത്രികാലജ്ഞനായ പടച്ച തമ്പുരാൻ, വർത്തമാനകാലം അറിയുന്ന, ഭാവി അറിയുന്ന, ഭൂതം അറിയുന്ന പടച്ച തമ്പുരാൻ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ നിലയിലുള്ള നിയമങ്ങൾ വ്യവസ്ഥ ചെയ്ത പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച് ഉന്നതമാക്കി അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം പ്രത്യേകമാക്കി സൂക്ഷിച്ചിട്ടുള്ള അനുഗ്രഹീതമായ സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കുന്നതിന് ക്വാളിറ്റി ഉള്ളതായ ശരീരങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുക്കും. അതിനനുയോജ്യമായ ആ ക്വാളിറ്റി ഉള്ളതാക്കി തീർക്കുന്നതിന് അല്ലാഹു തആല കുറേ നിയമങ്ങളും നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അത് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉടമസ്ഥനായ പടച്ച തമ്പുരാനുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും കുടുംബബന്ധം ചേർക്കലും എല്ലാം സദഖ ചെയ്യലും സുന്നത്ത് നമസ്കരിക്കലും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. മദ്യപാനവും ചൂതാട്ടവും പലിശയും വ്യഭിചാരവും മയക്കുമരുന്നുകളുടെ ഉപയോഗവും ഒക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. ആരുടെയും മനസ്സ് വേദനിപ്പിക്കരുത്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. എന്നാൽ മനുഷ്യർ, മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിനിടയിൽ പല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും വിട്ടുപോകുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ, ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, ഞാൻ നിനക്ക് പാനീയം തന്നു, എന്നെ അനുസരിക്കാത്തത് കൊണ്ട് നിന്നെ എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അള്ളാഹു തള്ളിയാലുള്ള അവസ്ഥ എന്താണ്? പക്ഷേ കരുണാമയനായ പടച്ച തമ്പുരാൻ നമ്മെ ഉൾക്കൊള്ളുകയാണ്, നമ്മോട് പറയുകയാണ്, ഞാൻ കരുണയുള്ളവനാണ്, എന്നോട് നിങ്ങൾ കൂടുതലായി അടുക്കുക, എന്നോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക, എനിക്ക് വിടുതൽ ചെയ്തു തരാൻ ഇഷ്ടമാണ്. ആ ഒരു വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നക അഫൂൻ, നീ വിടുതൽ ചെയ്യുന്നവനാണ്, നിനക്ക് വിടുതൽ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ തൊട്ട് നീ വിടുതൽ ചെയ്യണേ,
എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്ന ആ ദുആ, അതിൻ്റെ ആശയമറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അള്ളാഹുവിലേക്ക് സർവവും അർപ്പിച്ച് കൂടുതലായി ഈ ദുആ രാവ് പകലുകളിൽ, ഇനിയുള്ള 10 ദിവസങ്ങളിൽ, ഇനിയുള്ള റമദാന്റെ 3-ാമത്തെ 10-ൽ കൂടുതലായി പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.